പ്രിയപ്പെട്ട സിനിമാസ്വാദകരെ, ഇന്ന് ഈ പോസ്റ്റർ കാണുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഫേക്കാണെന്ന് സത്യസന്ധമായി പറയുന്നു. ഞാൻ ഫേക്കാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണെന്ന് വാർത്തകളിൽ വായിച്ചത്. ഡീനോ ഡെന്നിസ്, ബസൂക്ക സംവിധായകൻ ഡീനോ ഡെന്നിസ് മലൈക്കോട്ടെ വാലിബൻ്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങളേവരും കണ്ടിട്ടുണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ഫേക്ക് സ്റ്റോറിയാണെന്ന് വിശ്വസിച്ചിരിക്കുക തന്നെയായിരുന്നു ഞാൻ. അതിൻ്റെ വിശദീകരണത്തിലേക്കോ അതിൻ്റെ ഡെപ്തിലേക്കോ ഞാൻ പിന്നെ ഒരു പോയില്ല. അതിൻ്റെ പേരിൽ അത് കണ്ടുപിടിക്കുവാനും കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട സിനിമാസ്വാദകരെ, ഇന്ന് ഈ പോസ്റ്റർ കാണുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഫേക്കാണെന്ന് സത്യസന്ധമായി പറയുന്നു. ഞാൻ ഫേക്കാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണെന്ന് വാർത്തകളിൽ വായിച്ചത്. ഡീനോ ഡെന്നിസ്, ബസൂക്ക സംവിധായകൻ ഡീനോ ഡെന്നിസ് മലൈക്കോട്ടെ വാലിബൻ്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങളേവരും കണ്ടിട്ടുണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ഫേക്ക് സ്റ്റോറിയാണെന്ന് വിശ്വസിച്ചിരിക്കുക തന്നെയായിരുന്നു ഞാൻ. അതിൻ്റെ വിശദീകരണത്തിലേക്കോ അതിൻ്റെ ഡെപ്തിലേക്കോ ഞാൻ പിന്നെ ഒരു പോയില്ല. അതിൻ്റെ പേരിൽ അത് കണ്ടുപിടിക്കുവാനും കഴിഞ്ഞില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ? മലൈക്കോട്ടെ വാലിബൻ പോസ്റ്ററിൽ വിശദീകരണവുമായി ഡീനോ ഡെന്നിസ്. നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് സ്വയം എഴുതിയാൽ മതിയല്ലോ. മറ്റൊരാൾ ചീത്ത പറയുന്നത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ട സംവിധായക, അങ്ങയോടുള്ള സകല ബഹുമാനവും മുൻനിർത്തി പറയട്ടെ, അങ്ങനെ അറിയാതെ കൈതട്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് മലയാളം മൂവി ന്യൂസ് വിശ്വസിക്കുന്നില്ല. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ റിലീസ് സമയം സംവിധായകൻ ഡീനോ ഡെന്നിസ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരാൾ പങ്കുവെച്ച പോസ്റ്റായിരുന്നു അദ്ദേഹം ഷെയർ ചെയ്തത്. പിന്നാലെ ആ പോസ്റ്റ് താൻ അറിയാതെ ഷെയർ ചെയ്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ആ സംഭവത്തിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് ഡീനോ ഡെന്നിസ്. പിതാവുമായുള്ള തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം അറിയാതെ കൈകൊണ്ട്, അതായത് പിതാവുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം അറിയാതെ കൈകൊണ്ട് ആ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുകയായിരുന്നു. അത്തരമൊരു അബദ്ധം സംഭവിച്ചത് അറിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. എന്നാൽ തനിക്കും പിതാവിനും മാതാവിനുമെല്ലാം വലിയ തോതിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു. മോഹൻലാലിനെയും ലിജോ ജോസ് പല്ലിശ്ശേരിയെയും ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ലിജോയെ വിളിച്ച് താൻ സംസാരിച്ചിരുന്നു. മറ്റൊരു സംഭവം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഏറെ വിഷമമുണ്ടാക്കിയെന്നും ഡീനോ പറയുന്നു. ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഡീനോ. എൻ്റെ പിതാവ് 100ഓളം സിനിമകൾ എഴുതിയ ആളാണ്. കലൂർ ഡെന്നിസ് എല്ലാവർക്കും അറിയാം. അതിൽ പകുതിയും പുതുമുഖ സംവിധായകർക്കും ആർട്ടിസ്റ്റുകൾക്കും അവസരം നൽകിയിട്ടുള്ള വ്യക്തിയുമാണ്. ലിജോ ചേട്ടൻ്റെ പിതാവ് പെല്ലിശ്ശേരി എങ്കിൽ ഏറ്റവും അധികം അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ ഫാദറിൻ്റെ സിനിമകളിലാണ്. ലിജോ ചേട്ടനെയും നമുക്ക് നല്ലപോലെ തന്നെ അറിയാം. ഒരു ദിവസം വീട്ടിൽ ഞാൻ എൻ്റെ അച്ഛനുമായി തല്ലുപിടുത്തമായിരുന്നു. എൻ്റെ കയ്യിൽ ആ സമയം ഫോണുണ്ടായിരുന്നു. കൈ തട്ടി ഒരു പോസ്റ്റ് ഷെയർ ആയിപ്പോയി. ഞാൻ അത് അറിഞ്ഞില്ല. പിന്നീട് എൻ്റെ ഒരു കസിൻ എന്നെ വിളിച്ചു പറയുകയും ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ഉണ്ടായി. അത് വാലിബൻ ഇറങ്ങിയ സമയത്ത് ലിജോ ചേട്ടനെതിരെയുള്ള ഒരു പോസ്റ്റായിരുന്നു. അത് അറിയാതെ ഷെയർ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പോസ്റ്റും പങ്കുവെച്ചിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോൾ ഒരു സൈബർ അറ്റാക്ക് എന്ന നിലയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. എൻ്റെ പപ്പയെയും മമ്മിയെയും വരെ ആളുകൾ തെറി വിളിച്ചു. മമ്മൂക്കയുടെ ജോർജേട്ടൻ എന്നെ വിളിച്ച് നീയാണോ ഇട്ടതെന്ന് ചോദിച്ചു. ഞാൻ ഇട്ടതല്ല, അറിയാതെ പോയതാണ് എന്ന് ഞാൻ പറഞ്ഞു. ആരെങ്കിലും അങ്ങനെയുമൊക്കെ ഇടുമോ? ഡീനോ ചോദിച്ചു. ഞാൻ ലാലേട്ടനെ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതേപോലെ ലിജോ ചേട്ടൻ എനിക്ക് പ്രിയപ്പെട്ട സംവിധായകനും. ഞാൻ ലിജോ ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ബസൂക്ക ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ സംഭവം അത്രത്തോളം വൈറലായത്.